നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് അഫയേഴ്സ്. ഈ ഒരു പോർഷനിൽ നിന്ന് PSC കഴിഞ്ഞൊരു എക്സാമിനും ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് വളരെ വ്യക്തമായിട്ട് കേട്ട് പഠിച്ചോളാം. മാർക്ക് ഉറപ്പിക്കാവുന്ന സെഷനാണേ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷം 2024. അപ്പൊ റിപ്പബ്ലിക് ദിനാഘോഷവും സ്വാതന്ത്ര്യ ദിനാഘോഷവും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളും PSC എപ്പോഴും ചോദിക്കാറുണ്ട്. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷം 2024 മുഖ്യ അതിഥി ആരായിരുന്നു? ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി. 2024 നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ വേദി, റിപ്പബ്ലിക് ദിന പരേഡിന്റെ വേദി ന്യൂഡൽഹിയിലെ കർത്തവ്യപഥ് ആയിരുന്നു വേദി. എന്തായിരുന്നു തീം? വികസിത ഭാരതം, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതൃക എന്നതായിരുന്നു 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ തീം. വികസിത ഭാരതം, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതൃക, അതായത് വികസിത് ഭാരത് ആൻഡ് ഭാരത് ലോകതന്ത്ര കി മാതൃക എന്നതാണ് ഹിന്ദിയിൽ പറയുന്നത്. അപ്പൊ മലയാളത്തിൽ വികസിത ഭാരതം, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതൃക എന്നത്. ഇനി റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരന്ന വിദേശ സൈന്യം ഏത് രാജ്യത്തിൻ്റെതായിരുന്നു? ഫ്രഞ്ച് സൈന്യമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരന്ന വിദേശ സൈന്യം. അപ്പോൾ മുഖ്യ അതിഥിയായിരുന്നത് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ. റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരന്ന വിദേശ സൈന്യം ഫ്രഞ്ച് സൈന്യം. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC, LGS, സെക്രട്ടേറിയറ്റ് OA മുതലായ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. LDC പരീക്ഷ ഇനി കുറച്ച് നാളുകളും കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ്, SCERT, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, മലയാളവും ഇംഗ്ലീഷും GKയും എല്ലാം കൂടി ചേർന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്, അതുപോലെ മാത്സിന്റെ വർക്കൗട്ടും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയാണ്, ഫുൾ പാക്കേജ് ആണ്. ഫുൾ സിലബസ് കവർ ചെയ്ത് നിങ്ങൾക്ക് ഓരോ ഫോൾഡർ ആയിട്ട് എടുത്ത് പഠിക്കാം. ഓരോ ടോപ്പിക്കിൽ ഇപ്പോൾ കേരള ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ എല്ലാ ടോപ്പിക്കും, കേരള ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ എല്ലാ ടോപ്പിക്കും. അപ്പോൾ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന കോഴ്സാണ്. 999 രൂപ മാത്രമേ ഉള്ളൂ. ഇത് LDC വരെയല്ല, നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലത്തോളം, അതായത് ഡിസംബർ 31 വരെ നിങ്ങൾക്ക് ഈ കോഴ്സ്, അപ്പോൾ മറ്റു പരീക്ഷകൾക്കും ഈ ഒരു കോഴ്സ് പ്രയോജനപ്പെടുത്താം. അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു അവസരം കളയാതെ പ്രയോജനപ്പെടുത്തിക്കോളാം. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വളരെ ഡീപ്പായിട്ടാണ് എല്ലാ ക്ലാസ്സുകളും എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രയോജനപ്പെടുത്തിക്കോളാം. ഓക്കെ, ഇനി 2024 ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഒഡീഷയാണ്. 2024 ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഫ്ലോട്ടായിരുന്നു? ഒഡീഷ. കേരളത്തിന്റെ ഫ്ലോട്ട് 2024 ഫ്ലോട്ടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു. ആ ഒരു ഫാക്റ്റും കൂടി ഒന്ന് ഓർത്തിരിക്കണേ. ഇപ്പൊ 2024 ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഒഡീഷ. ഇനി 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ സ്മരണയ്ക്കായി ആരംഭിച്ച 1 വർഷം നീണ്ടു നിൽക്കുന്ന പാൻ ഇന്ത്യ ക്യാമ്പയിന്റെ പേരെന്താണ്? ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഹമാരാ സംവിധാൻ ഹമാരാ സമ്മാൻ, ഹമാരാ സംവിധാൻ ഹമാരാ സമ്മാൻ എന്നതാണ് 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ സ്മരണയ്ക്കായി ആരംഭിച്ച 1 വർഷം നീണ്ടു നിൽക്കുന്ന പാൻ ഇന്ത്യ ക്യാമ്പയിൻ. അടുത്ത ചോദ്യം PSC കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചതാണ്. ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി അഹമ്മദ് സുകാർണോ. ആരാണ് അഹമ്മദ് സുകാർണോ? ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ആ ടൈമിലെ ഇന്തോനേഷ്യൻ പ്രസിഡന്റായ അഹമ്മദ് സുകാർണോ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. ഇപ്പൊ 2024 നടന്നത് 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷം. അതിന്റെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോൺ.
അപ്പൊ ഈ ഫ്രഞ്ച് പ്രസിഡന്റ് 6ാമത്തെ തവണയാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയാകുന്നത്. അതുകൂടാതെ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് 2ാം തവണയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് എന്താവുന്നത്, മുഖ്യ അതിഥിയാവുന്നത്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 6ാമത്തെ തവണ, നരേന്ദ്രമോദിയുടെ ഭരണകാലം എടുക്കുകയാണെങ്കിൽ 2ാമത്തെ തവണയാണ്, 2ാമത്തെ തവണ. ഓക്കെ, അപ്പൊ 2024 റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട്, റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർക്കുക. 2023 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ 1-2 പോയിന്റ്സ് നിങ്ങൾ നോക്കുക. മുഖ്യ അതിഥി ചോദിച്ചു, കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അബ്ദേൽ ഫത്താഹ് അൽ സിസി, ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അബ്ദേൽ ഫത്താഹ് അൽ സിസി ആയിരുന്നു 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷം 2023 മുഖ്യ അതിഥി. അബ്ദേൽ ഫത്താഹ് അൽ സിസി, ഈജിപ്ഷ്യൻ പ്രസിഡന്റ്. കേരളത്തിന്റെ ഫ്ലോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ വിഷയം സ്ത്രീ ശാക്തീകരണമായിരുന്നു. 2023 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ വിഷയം. ഇനി 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ പങ്കാളിത്തം, ജൻ ഭാഗീരഥി, മലയാളത്തിൽ പറഞ്ഞാൽ ജനങ്ങളുടെ പങ്കാളിത്തം. ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡാണ്. 2023 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഫ്ലോട്ടാണ്. 75ാമത് ദിനാഘോഷം 2024 ഒഡീഷയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചപ്പോൾ 2023 ഉത്തരാഖണ്ഡിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്, ഉത്തരാഖണ്ഡിന്. ഓക്കെ, ഇനി സ്വാതന്ത്ര്യ ദിനാഘോഷം 2023. ഇന്ത്യയുടെ 77ാമത് സ്വാതന്ത്ര്യ ദിനമാണ് 2023 ആഘോഷിച്ചത്. അത് തന്നെ ഒരു ചോദ്യമാണ്. എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് 2023 ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ 77ാമത് സ്വാതന്ത്ര്യ ദിനം. അപ്പൊ എത്രാമത്തെ വാർഷികം എന്ന് ചോദിച്ചാൽ 76ാമത് വാർഷികം. അപ്പൊ ഇന്ത്യയുടെ 77ാമത് സ്വാതന്ത്ര്യ ദിനം, എത്രാം വാർഷികം, 76ാമത് വാർഷികം. എന്തായിരുന്നു തീം? നേഷൻ ഫസ്റ്റ്, ഓൾവേസ് ഫസ്റ്റ്. നേഷൻ ഫസ്റ്റ്, ഓൾവേസ് ഫസ്റ്റ് എന്നതായിരുന്നു 2023 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ തീം. 2022 മാർച്ച് 12 ആരംഭിച്ച ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ സമാപനം ഈ 2023 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലായിരുന്നു. അപ്പൊ ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ സമാപനം എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിലായിരുന്നു. ആസാദി കാ അമൃത് മഹോത്സവത്തിന് തുടക്കം കുറിച്ച ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 2022 മാർച്ച് 12 ആസാദി കാ അമൃത് മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ സമാപനം കുറിച്ച് നടത്തുന്ന ക്യാമ്പയിന്റെ പേരെന്താ? എന്റെ മണ്ണ് എന്റെ രാജ്യം, എന്റെ മണ്ണ് എന്റെ രാജ്യം എന്നതാണ് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ സമാപനം കുറിച്ച് നടത്തുന്ന ക്യാമ്പയിൻ. എന്റെ മണ്ണ് എന്റെ രാജ്യം, എന്റെ മണ്ണ് എന്റെ രാജ്യം. കൂടാതെ പരമ്പരാഗത കരകൗശല നൈപുണ്യമുള്ള വ്യക്തികൾക്കായി 75ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര് ഒന്നോർത്തിരിക്കുക. വിശ്വകർമ്മ യോജന. വിശ്വകർമ്മ യോജന എന്നത് പരമ്പരാഗത കരകൗശല നൈപുണ്യമുള്ള വ്യക്തികൾക്കായി 75ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരെന്താണ്? വിശ്വകർമ്മ യോജന. വിശ്വകർമ്മ യോജന. മറ്റൊരു ക്യാമ്പയിൻ മേരി മാട്ടി മേരാ ദേശ്. ഇത് രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരെ ആദരിക്കാൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച പുതിയ ക്യാമ്പയിന്റെ പേരാണ് മേരി മാട്ടി മേരാ ദേശ്. മേരി മാട്ടി മേരാ ദേശ്. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് റിപ്പബ്ലിക് ദിനാഘോഷം 2024-23, സ്വാതന്ത്ര്യ ദിനാഘോഷം 2023, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് എല്ലാം എന്ന് ഓർത്തിരിക്കാം. അതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC, LGS സെക്രട്ടേറിയറ്റ്, OA മുതലായ ക്ലാസ്സുകൾ നടന്നു വരികയാണ്. അപ്പൊ LDC ഇനി ചുരുക്കം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. ഫുൾ സിലബസ് കവർ ചെയ്ത് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.